അതർ സ്റ്റേറ്റ് യൂസ്ഡ് പ്രീമിയം കാറുകൾ നമുക്ക് ധൈര്യമായിട്ട് വൻ ക്വാളിറ്റിയിൽ എടുക്കാൻ പറ്റിയൊരു ഷോറൂമല്ല, ഒരു യാർഡിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. പ്രീമിയം വീൽസ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, 2 വീഡിയോസ്. നല്ല എൻക്വയറീസും നല്ല റെസ്പോൺസും ഉണ്ടായിരുന്ന വീഡിയോ ആണ്. നല്ല വിലപ്പാകത്തിൽ വാഹനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഷോറൂമാണ്. പിന്നെ ഇവിടുത്തെ ഒരു ക്വാളിറ്റി അതെനിക്ക് എടുത്ത് പറയാൻ പറ്റും. കാരണം നമ്മൾ അന്ന് വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം അവർ ആ മാസം തന്നെ പറഞ്ഞിരുന്നു നവംബറിൽ പോയിട്ട് പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞാൽ 120 വണ്ടിയോളം നോക്കിയിട്ട് ഇപ്പോൾ സെലക്ട് ചെയ്ത ഒരു 6-7 വണ്ടികളാണ് ഇവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത്. അതിൽ നിന്ന് തന്നെ അവർ എത്രത്തോളം സെർച്ച് ചെയ്തിട്ടാണ് അതെടുത്തതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വന്നിരിക്കുന്ന ഷോറൂം പ്രീമിയം വീൽസ് ആണ്. ലൊക്കേഷൻ വരുന്നത് ഗുരുവായൂരാണ്. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ കൂടെ സലീം ഭായ് ഉണ്ട്. നമസ്കാരം. താങ്ക് യു. ശരത് ഭായ്. ഹായ്. അപ്പോൾ രണ്ടുപേരെ അറിയാമെന്ന് കരുതുന്നു. നമ്മുടെ കൂടെ മുന്നേ ഉണ്ടായിരുന്ന ഫസ്റ്റ് വീഡിയോ ഉണ്ടായത് ശരത് ഭായ് ആണ്. പിന്നെ നമ്മുടെ BYD നമ്മളൊരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, BYDയുടെ. അത് സലീം ഭായ്. അതേപോലെ തന്നെ ഇവരുടെ ഒരു ഷോറൂം ഉണ്ടായിരുന്നു, റോയൽ എൻഫീൽഡിന്റെ മാസ് വീൽസ്. അത് തളിപ്പറമ്പുണ്ട്, നമുക്ക് എടപ്പാളുണ്ട്. നമുക്ക് മൊത്തം ഒരു 5 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ആ വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിരുന്നു. അതെ അതെ. നമ്മളിപ്പോൾ ഇവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു കാർ സെയിൽ ചെയ്യുന്നത്. അതിൻ്റെ കാരണം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ, എന്തുകൊണ്ട് പ്രീമിയം വീൽസിന് ഷോറൂം ഇല്ല? നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഷോറൂം സെറ്റപ്പ് ചെയ്യാൻ പറ്റാണ്ടല്ല. ഒരു ഷോറൂം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസസ് അതിൽ കയറി വരും. അത് ലൈക്ക് അതിൻ്റെ റെന്റ്, പിന്നെ അവിടുത്തെ ഇലക്ട്രിസിറ്റി, സ്റ്റാഫിൻ്റെ സാലറി. ഒരു ഷോറൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലുള്ള എക്സ്പെൻസ് വരും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഞാനാണ് സ്റ്റാഫ്, ശരത്താണ് സ്റ്റാഫ്. ടെക്നിക്കൽ സൈഡ് മൊത്തം പുള്ളിയാണ് നോക്കുന്നത്. സെയിൽസ് സൈഡ് ഞാനാണ് നോക്കുന്നത്. നമ്മൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ക്വാളിറ്റിക്കാണ്. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യുന്നില്ല, ഞാനും ശരത്തും ചെയ്യില്ല. ഓക്കെ, എനിക്ക് കാറ് പർച്ചേസ് ചെയ്യാൻ ഒരുപാട് കാറ് പർച്ചേസ് ചെയ്യാനുള്ള ഫണ്ടും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇപ്രാവശ്യം പോയിട്ട് ആകെ കിട്ടിയത് 6 വണ്ടി മാത്രമാണ്. 6 വണ്ടിയാണ്. അത്രയും നമ്മളൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്, അതിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്ത് ചെക്ക് ചെയ്ത് ഫിൽട്ടർ ചെയ്തിട്ട് നിങ്ങൾ ഇനീഷ്യലി പറഞ്ഞ പോലെ ഒരു 120 കാർസ് ഒരു 2 വീക്സ് ഡൽഹിയിൽ ഉണ്ടായിരുന്നു. ഞാനത് വിളിച്ച് ചോദിച്ചിട്ടാണ്, അതായത് ഇവർ പോകുന്നത് ഞാൻ അറിഞ്ഞിരുന്നു. അന്ന് ഞാൻ വിളിച്ച് ചോദിച്ചാണ്. ഡൽഹിയിൽ 2 വീക്സ് ഉണ്ടായിരുന്നു. ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പോയി. ഈ 120 കാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീലർ അടുത്ത് പോയിട്ട് കണ്ടിട്ടുള്ളതല്ല. ഓരോ വീടുകളിൽ, ഫാം ഹൗസിൽ, ഫ്ലാറ്റുകളിൽ ഡയറക്റ്റ് കസ്റ്റമേഴ്സിന്റെ അടുത്ത് പോയി നമ്മൾ കണ്ട് ബോധ്യപ്പെട്ട് അതിന്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്ത്, ഹിസ്റ്ററിയിൽ വേറെ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസിന്റെ ഏജൻസി ഉണ്ട്, ഇൻഷുറൻസിന്റെ ഏജൻസി വെച്ചിട്ട് അതിൽ ആക്സിഡന്റ് ഹിസ്റ്ററി കയറിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് ബാക്കി അവിടെ നിന്ന് സ്കാനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് അത്രയും തൃപ്തിപ്പെട്ട് ബോധ്യപ്പെട്ട് എനിക്കും ശരത്തിനും എങ്ങനെയാണോ വീട്ടിലേക്ക് സ്വന്തമായിട്ടൊരു കാറ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ആ രീതിയിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടാണ് വാഹനങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വെറും 6 വണ്ടി കിട്ടിയത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 60 വണ്ടി കിട്ടുമായിരിക്കും. പക്ഷെ അത് നമ്മളത് ചെയ്യുന്നത് ശരിയല്ല. ഓക്കെ. അതേപോലെ തന്നെ സർവീസ് ഹിസ്റ്ററി എന്ന് പറയുന്ന സാധനം മൊത്തം വണ്ടിക്കും നമ്മൾ വെറുതെ വായ കൊണ്ട് പറയുന്നതല്ല, ഡോക്യുമെന്റ് ആയിട്ട് ഇവരുടെ കയ്യിലുണ്ട്, ഇപ്പോഴും ലൈവ് ആയിട്ടുണ്ട്. സർവീസ് ഹിസ്റ്ററി, സ്കാനിങ് റിപ്പോർട്ട് രണ്ടും ഉണ്ടല്ലേ, ഹാർഡ് കോപ്പി ആയിട്ട്. ഇപ്പോൾ പല വീഡിയോകളിലും കാണുമ്പോൾ വീഡിയോയിൽ ഇനീഷ്യലി പറയും ഈ വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഉണ്ട്, അതുപോലെ സ്കാനിങ് റിപ്പോർട്ട് ഉണ്ട്, വേറെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് പറയും. പക്ഷെ പല സ്ഥലങ്ങളിലും കസ്റ്റമർ നേരിട്ട് വന്ന് കണ്ട് കഴിയുമ്പോൾ വണ്ടിയൊക്കെ ഓക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ അതിന് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. നമ്മളെടുത്ത് ഓരോ വണ്ടിക്കും അതിൻ്റേതായിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഓരോന്നും ഫയൽ ചെയ്തിട്ട് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് വണ്ടി എടുത്തിട്ട് പോകാം. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിരുന്ന വീഡിയോയിലുള്ള വെഹിക്കിൾസ് എല്ലാം വിത്തിൻ ഒരു ഫസ്റ്റ് വീഡിയോ ഒരു 3-4 ഡേയ്സിൽ അത് സോൾഡ് ഔട്ട് ആയി. സെക്കൻഡ് വീഡിയോ ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ. അതും അതിൻ്റെ കോൾസ് എങ്ങനെ കോൾസ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട് കോൾസ് വന്നുകൊണ്ടിരിക്കുന്നത്. സോൾഡ് ഔട്ട് ആയി. അത്രയും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന കസ്റ്റമേഴ്സ്
ഇപ്പോൾ ഇതിലൊക്കെ വന്നിരിക്കുന്നത് ഒന്നോ രണ്ടോ കസ്റ്റമേഴ്സ് ഈ വണ്ടി കാണാൻ വന്നിട്ടുള്ളൂ. ഓക്കെ. അതിലും കൂടുതൽ കസ്റ്റമേഴ്സ് വണ്ടി നേരിട്ട് കാണാൻ വന്നിട്ടില്ല മീൻസ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒന്നോ രണ്ടോ പേര് കാണുമ്പോഴത്തേക്കും അവർ വന്ന് വെഹിക്കിൾസ് നമ്മളെടുത്തുനിന്ന് എടുത്തിട്ട് പോകുന്നുണ്ട്. നമ്മൾ ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് കൊണ്ടും ആ ഒരു ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നതും ക്വാളിറ്റിയിൽ നമ്മളൊരു കോംപ്രമൈസും ചെയ്യുന്നില്ല. ഇതിനു മുമ്പ് വെഹിക്കിൾസ് എടുത്ത കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കും വളരെ നല്ലതാണ്. ഇപ്പോൾ ശരത്ത് രാവിലെ എൻ്റെ അടുത്ത് പറയായിരുന്നു, ഒരു ഡോക്ടറാണ് ഇതിനു മുമ്പ് ഒരു മെഴ്സിഡീസ് പർച്ചേസ് ചെയ്തത്. 250 വൈറ്റ് നമ്മൾ ലാസ്റ്റ് ചെയ്തല്ലേ, E250 വൈറ്റ് ഡോക്ടർ കാലിക്കറ്റ് ഡോക്ടർ ഇന്ന് രാവിലെ കൂടി പുള്ളിനെ വിളിച്ചിട്ടുള്ളൂ. സംസാരിക്കാനൊക്കെ ആയിട്ട് ആള് അതിപ്പോൾ മെഴ്സിഡീസിൻ്റെ ഷോറൂമിൽ സർവീസിന് കയറ്റി അവിടുന്ന് സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പോൾ അവരോട് ചോദിച്ചു വെഹിക്കിൾ എങ്ങനെയുണ്ടെന്ന്. അവർ പറഞ്ഞു നല്ല വണ്ടിയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നും കൂടെ രാവിലെ ശരത്തിനായിട്ട് ആള് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലോട്ട് കാണാം. ഓക്കെ, ആദ്യ വാഹനം നമുക്കൊരു മെഴ്സിഡീസിന് തുടങ്ങാം. മെഴ്സിഡീസ് ബെൻസ് E250 അല്ലേ? അതെ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേ ഒരു ഇത് കാണിച്ചിരുന്നു അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ നമ്മൾ E250 വൈറ്റ് ആണ്. അതാണോ കോഴിക്കോട് ഡോക്ടർ കൊണ്ട്? അത് തന്നെ, സെയിം തന്നെ. ഇപ്പോൾ ഞാൻ വീണ്ടും ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇതിൻ്റെ ഡയറക്റ്റ് വണ്ടിയിലേക്ക് വരാം. അറിയാം, 2012 ശേഷം ഫേസ് ലിഫ്റ്റ് വന്ന മോഡലാണ് E250. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഫേസ് ലിഫ്റ്റ് മോഡലാണ്. ഇത് അപ്ഡേഷൻ വന്നിട്ടുള്ളതാണ്. 2013 മാനുഫാക്ചറിങ്, 2040 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 40 രജിസ്ട്രേഷൻ. ഈ ഒരു ടൈമിലാണ് ഈ ഹെഡ്ലൈറ്റ് ഇതൊക്കെ ചേഞ്ച് ഫേസ് ലിഫ്റ്റ് വന്നതിലാണ് ഈ ഹെഡ്ലൈറ്റ്. ഇത് ഭയങ്കര രസമാണ്. പിന്നെ കാണാൻ ഫ്രണ്ട് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് എൻക്വയറി ഉള്ള വണ്ടിയാണിത്. ഇത് സെക്കൻഡ് ഓണറാണ്. 35,500 കിലോമീറ്റർ ഡ്രിവൺ ആണ് വണ്ടി ഓടിയിട്ടുണ്ട്. അതിനകത്ത് 500 കിലോമീറ്റർ ഞാനാണ് ഓടിച്ചിട്ടുള്ളത്. അത് ബാംഗ്ലൂരാണ്. ഇത് ഈ ഒരു വണ്ടി ബാംഗ്ലൂർ അൺലോഡ് ചെയ്തത്. ബാംഗ്ലൂർ. അതെ. അപ്പോൾ ഞാനാണ് പോയിട്ട് വണ്ടി എടുത്തുകൊണ്ട് വരിക. ബാംഗ്ലൂർ വരാനും വിടാറില്ല. ഞാൻ തന്നെ, ഞങ്ങൾ ആരെങ്കിലും രണ്ടുപേരിലും മാറി മാറിയാണ് പോവുക ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ബാംഗ്ലൂർ പോയിട്ട് ഞാൻ എടുത്തത്. അപ്പോൾ ആ സമയത്തൊന്ന് പറയാനുള്ളത്, അവിടെ നിന്ന് വരുമ്പോൾ തന്നെ ഒരു 3/4 ടാങ്ക് ഡീസൽ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നു. മീൻസ് കസ്റ്റമർ വരുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അതിവിടെ എത്തിയിട്ട് ഇപ്പോൾ ജിതിൻഭായ് അകത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഇപ്പോഴും കാട്ടാങ്ക് ഡീസൽ ബാക്കി കിടപ്പുണ്ട്. എങ്ങനെ ആയാലും എനിക്ക് നല്ല ഹൈവേ ആണ്. ഒരു ആവറേജ് സ്പീഡിൽ ഒരു 80-90 ഞാൻ വന്നിട്ടുള്ളൂ. എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു ഡീസലിന് നമുക്ക് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിൽക്കുന്ന ഡീസൽ വണ്ടീനേക്കാളും കൂടുതൽ മൈലേജ് കിട്ടുന്നുണ്ട്. എന്തായാലും ഒരു 20+ മേലെ കിട്ടില്ലേ? തീർച്ചയായും കിട്ടും. കാരണം അതുകൊണ്ടാണ് ഡീസൽ അങ്ങനെ കിടക്കുന്നത്. മാത്രമല്ല അവിടുത്തെ റോഡ്, മൈസൂർ വരെയുള്ള റോഡ് പിന്നെ പറയണ്ട. തീർച്ചയായും. അല്ല, റോഡ് മാത്രമല്ല, നമ്മൾ ഓടിക്കുന്ന കണ്ടീഷനും ബാക്കിയെല്ലാം ഉണ്ടാവും. എന്നാലും എങ്ങനെ അത് ഓടിച്ചു കഴിഞ്ഞാലും ആ ഒരു മൈലേജ് വലിയൊരു മാറ്റം വരാൻ 50 to 20 എന്തായാലും മൈലേജ് ഡീസലിന് എന്തായാലും കിട്ടും. ഓക്കെ, സെക്കൻഡ് ഓണറാണ്. 35,500 കിലോമീറ്റർ ഡ്രിവൺ ആണ്. 2013-14 മോഡലാണ് വരുന്നത്. പിന്നെ ഇൻഷുറൻസ് വന്നിട്ട് 2024 ജാനുവരി വരെ, നെക്സ്റ്റ് മന്ത് ജാനുവരി വരെ. അതെ. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി കണ്ടാൽ അറിയാം. ഇത് സിൽവർ എക്സ്റ്റീരിയർ വിത്ത് ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ് വരുന്നത്. സെക്കൻഡ് ഓണർന്ന് കണ്ടു കഴിഞ്ഞാൽ പറയില്ല, ഒരു സാധനം പോലും അതിനകത്ത് അതേപോലെ ഫാക്ടറി ഫിറ്റഡ് ഒന്നുമില്ല. എല്ലാം ഫാക്ടറി ഫിറ്റഡ് ആണ്. കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഫാക്ടറി ഫിറ്റർ എന്നുകൊണ്ട് പല ആൾക്കാർ വേറെ രീതിയിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒന്നുമില്ല, എല്ലാം ഫാക്ടറി ഫിറ്റഡ് ആണ്. ഹിസ്റ്ററി അവൈലബിൾ ആണ് നമുക്ക്. 30,000 കിലോമീറ്റർ വരെ ഇത് സർവീസിന് കയറിയിട്ടുണ്ട്. ലാസ്റ്റ് 30,000 കിലോമീറ്റർ, അതിനുശേഷം 5,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് ഈ വർഷമാണ് സർവീസ് ചെയ്തത്. 10,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ സർവീസ് ചെയ്തത്. തീർച്ചയായും. അതെ. ഇതിനകത്ത് കിടക്കുന്ന എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ജെന്യൂൻ പാർട്സും കാര്യങ്ങൾ തന്നെയാണ്. സ്കാനർ റിപ്പോർട്ട് അവൈലബിൾ ആണ്. ഇതൊക്കെ ഉണ്ട്. ഇൻറ്റീരിയർ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് എവിടെയും ഒരു സ്വിച്ചസിൽ മാത്രം അത് തൊട്ടിട്ടുള്ള ഒരു കാലപ്പഴക്കം ഉണ്ടെന്നല്ലാതെ വേറെ ഒന്നും ഫംഗ്ഷനിങ് അല്ലാത്തതില്ല. മാൽ ഫംഗ്ഷൻ ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. ചെക്ക് ചെയ്തിട്ട് ബോധ്യപ്പെട്ട ശേഷം മാത്രം വണ്ടി ആർക്കും എടുക്കാം. ഇവർ ഇത്രയും റിപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതായത് ഇൻഷുറൻസ് അടക്കം നമുക്കിപ്പോൾ പുറത്തുനിന്ന് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ഇൻഷുറൻസിലെ മനസ്സിലാവും, കമ്പനി ഹിസ്റ്ററി കയറത്തില്ല എന്തെങ്കിലും ക്ലെയിം ഉണ്ടെങ്കിൽ. പക്ഷേ അത് ഇൻഷുറൻസിൽ നമുക്ക് എന്തായാലും കിട്ടും. കാരണം എന്തായാലും കയ്യിൽ നിന്ന് പൈസ ഇട്ടാരും ചെയ്യാൻ നിൽക്കില്ല. ഇൻഷുറൻസ് തന്നെ ക്ലെയിം ചെയ്യത്തുള്ളൂ, പ്രീമിയം വണ്ടിക്കൊക്കെ പ്രത്യേകിച്ച്. അപ്പോൾ അതുകൂടെ ചെക്ക് ചെയ്തിട്ടാണ് ഇവർ ഉറപ്പ് വരുത്തുന്നത് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എന്നുള്ളത്. അപ്പോൾ വേറെ ഒന്നും പഠിക്കാനില്ല. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ്? ഇത് 15,50,000 രൂപയ്ക്ക് നമുക്ക് വിത്ത് NOC കൊടുക്കാം. വിത്ത് NOC ആണ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഒന്ന് പ്രൈസ് പറയുമ്പോൾ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതേ മോഡൽ വണ്ടി കൊടുത്ത സമയത്ത് അതിന് ഈ പ്രൈസ് അല്ലായിരുന്നു, കുറച്ചും കൂടി പ്രൈസ് വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പം നമ്മൾ ഡൽഹി മാർക്കറ്റിൽ പോയി അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് അവിടുന്ന് എടുത്ത വണ്ടി കേരളത്തിൽ എത്ര രൂപയ്ക്കൊക്കെ പോകുന്നതെന്നുള്ള ഒരു വ്യക്തമായ ധാരണയുണ്ട് അവർക്ക്. അതിൻ്റെ ഡീലർക്കും ഉണ്ട്, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനും ഉണ്ട്. നമുക്കിപ്പോൾ വണ്ടി ഇപ്പോൾ ആ റേറ്റിന് കിട്ടാൻ കുറച്ച്
ബുദ്ധിമുട്ടാണ്. അതായത് ഈ ക്വാളിറ്റി വണ്ടികൾ, അല്ലാത്ത വണ്ടികൾ ഇപ്പോഴും ഉണ്ട്, എടുക്കുന്നുണ്ട് ആൾക്കാർ, ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ചെക്ക് ലിസ്റ്റുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്ന വണ്ടികൾ കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്രൈസിങ് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഞങ്ങൾക്കത് കിട്ടാത്തതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നാളെ ആ റേറ്റിന് വണ്ടി കിട്ടുകയാണ്, ഒബിയസ്ലി നമ്മളും ആ റേറ്റിന് തരാൻ റെഡിയാണ്. ഓക്കെ. അപ്പോൾ ഇതാണിപ്പോൾ ഇതിന് റേറ്റ് വന്നിട്ടുള്ള ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ബാക്കി ഇങ്ങോട്ടേക്ക് എവിടത്തേക്ക് NOC എടുക്കാം? എവിടത്തേക്ക് NOC എടുക്കാം. എവിടെയും ഇപ്പോൾ ആയിട്ടില്ല. നിങ്ങളുടെ RTO ഏതാണോ അവിടത്തേക്ക് എടുക്കാൻ പറ്റും. അതെ, അത്രേ ഉള്ളൂ അല്ലേ? വീണ്ടും E-ക്ലാസ് തന്നെയാണ് E350 പെട്രോൾ. അതെ, E350 പെട്രോൾ. E350 പെട്രോൾ V6 ഇൻലൈൻ എഞ്ചിൻ. ഓക്കെ. അതാണ് സിലിണ്ടർ. ഇത് ഈ ഡ്രൈവ് എന്തൂസിയാസ്റ്റിന്റെ ഒരു ബെൻസ് സാധാരണ എന്താ പറയാ യാത്രക്കാരുടെ വണ്ടി എന്ന് പറയാം അല്ലേ? അതെ, ബെൻസിനെ പൊതുവെ. അതെ അതെ. അത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കണമെങ്കിൽ അങ്ങനെ പറ്റും. അതല്ല, ഒരു സ്പോർട്ട് മോഡിലേക്കെല്ലാം ഒന്ന് കയറണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാല് കൊടുത്താൽ മതി, വണ്ടി പറക്കും. അതാണ് V6 പെട്രോൾ എഞ്ചിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതും ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഡ്രൈവ് എന്തൂസിയാസ്റ്റ്, ഡ്രൈവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഒരു ബക്കറ്റ് ലിസ്റ്റുള്ള ഒരു വണ്ടിയായിരിക്കും എപ്പോഴും ഈ 350 പെട്രോൾ എന്ന് പറയുന്നത്. 2000 കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സ്കോഡ, അത് സ്കോഡ അന്ന് VRS ആ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തു. വെള്ളിയാഴ്ച നൈറ്റ് മറ്റേ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത്. ശനിയാഴ്ച ഉച്ച ആകുമ്പോഴത്തേക്ക് ബാംഗ്ലൂരിൽ നിന്ന് ആണ് വണ്ടി ഡെലിവറി. ബാംഗ്ലൂർ പോയിട്ടില്ല. രാത്രി വിളിച്ച ആള് ഞങ്ങൾ വീഡിയോ കണ്ടു, ഞങ്ങൾ രാവിലെ നാളെ എത്തും, ഒന്ന് വണ്ടി ഒന്ന് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ഓക്കെ, വീട്ടിൽ വണ്ടിയുണ്ട്, പോന്നോളം പറഞ്ഞു. ഉച്ച ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ക്യാഷ് സെറ്റിൽ ചെയ്ത് ഡീൽ ക്ലോസ് ചെയ്തു. ആൾ ബാംഗ്ലൂർക്ക് വണ്ടി കൊണ്ട്. അതിന് ഫാൻ ബേസ് വേറെയാണ്. എന്നെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തു. അതിന് ശേഷം അതിന് വന്ന എൻക്വയറി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു. പക്ഷെ അത് ലക്കിലി ഞങ്ങൾക്ക് കിട്ടിയ വണ്ടിയാണ്. അത് വളരെ ലക്കിലി വേറൊക്കെ കൊടുക്കുകയും ചെയ്തു. ഒരുപാട് പേര് തെരഞ്ഞെടുത്തുകൊണ്ടുന്ന ഒരു സാധനമാണ് ഇപ്പോഴും വിളിക്കുന്നത്. ഇപ്പോഴും പ്രത്യേകിച്ച് അബ്രോഡ് നിന്ന്. അപ്പോൾ ഇന്നത്തെ ഞാൻ ഒരു പോയിന്റ് വിട്ടുപോയത്, നമ്മുടെ 2 വീഡിയോ വന്ന ശേഷം ഒരുപാട് എൻക്വയറീസ് നമുക്ക് വന്നിട്ടുണ്ട്. അബ്രോഡിൽ നിന്നായാലും നാട്ടിൽ നിന്നായാലും ഒക്കെ കുറേ ഫോൺ കോൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സോർട്ട് ചെയ്തിട്ട് അല്ല, ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ മോഡലുകൾ ആണ്, അത് മാത്രമാണ് നമ്മൾ ഈ 6 വണ്ടിയായിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. കാരണം എല്ലാ വണ്ടികളും എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, നല്ല വണ്ടി കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ അബ്രോഡിൽ നിന്ന് കോൾ വന്നിട്ടുള്ള ഒരു മോഡലാണ്. പുറത്തുനിന്നുള്ള നമ്മുടെ സഹോദരന്മാർ വിളിച്ചിട്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് പെട്രോൾ വണ്ടി, ബെൻസിന് പെട്രോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്രോൾ നമുക്ക് നല്ല വണ്ടി കിട്ടിയപ്പോൾ ഞങ്ങൾ എടുത്തത്. ഫസ്റ്റ് ഓണറാണ്. 2010 ഡിസംബർ മാനുഫാക്ചറിങ്, 2011 ജനുവരി രജിസ്ട്രേഷൻ. അപ്പോൾ ഒരു 30 ദിവസത്തെ ഗ്യാപ്പിലാണ് ഒരു വർഷം അങ്ങ് മാറിപ്പോയത്. ഒന്നുമില്ല, 35,300 കിലോമീറ്റർ ആളിപ്പോൾ കറൻ്റ് റൺ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇൻഷുറൻസ് 2024 ജനുവരി ലാസ്റ്റ് വരെ. ഫുൾ ഹിസ്റ്ററി ഇവരുടെ അടുത്ത് ഹാർഡ് കോപ്പി ആയിട്ടുണ്ട്, സോഫ്റ്റ് കോപ്പി എല്ലാം ഉണ്ട്. അത് പിന്നെ ഓൺ ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളത് ഷെയർ ചെയ്തത്. കാരണം വാട്സപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ അത് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരാളുടെ പേരുള്ള വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കംപ്ലീറ്റ്, എല്ലാ വണ്ടിക്കും ഡോക്യുമെൻറ്റ്സ് ഇരിപ്പുണ്ട്, വിത്ത് എല്ലാ വണ്ടിക്കും സെക്കൻഡ് കീ ഉണ്ട്. അത് എടുത്ത് പറയുന്നില്ല, എല്ലാം ഇവിടെയുള്ള 6 വണ്ടിക്ക് ഇന്ന് കാണിക്കുന്ന 6 വണ്ടിക്കും സെക്കൻഡ് കീ അവൈലബിൾ ആണ്, സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്, സ്കാനർ റിപ്പോർട്ട് അവൈലബിൾ ആണ്. അതൊന്നും എവിടെയും ബ്ലോക്ക് ആവില്ല, വന്നു കഴിഞ്ഞാൽ തരാം. ഓക്കെ, അത്രയേ ഉള്ളൂ. സെക്കൻഡ് കീ ഒക്കെ നമുക്ക് അപൂർവം വണ്ടികളെ കാണാറുള്ളൂ, എല്ലാ വണ്ടികളും സെക്കൻഡ് കീ എവിടെയും കാണാറില്ല. അത് ഞങ്ങളത് ഈ ഡയറക്റ്റ് പർച്ചേസ് വീട്ടിൽ പോയിട്ടൊക്കെ എടുക്കുന്നതുകൊണ്ടാണ് നമുക്കത് അങ്ങനെ കിട്ടുന്നത്. ഡീലറൊക്കെയാണ് ചില സമയത്ത് അത് തരാറില്ല, നമ്മളത് അങ്ങനെ പർച്ചേസ് തന്നെ കിട്ടുന്നത്. മാത്രമല്ല ഇത് ബോഡി വെയിറ്റ് അത്ര കണ്ട് ബോഡി വെയിറ്റും സ്റ്റെബിലിറ്റി തരുന്ന വണ്ടിയാണ്. ഇപ്പോൾ മസ്റസ് ഒക്കെ ഒരു 2016-17 കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം, ഒരു 120, 140 കയറുമ്പോഴത്തേക്ക് വണ്ടി നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന കുറയും. അത് മൈലേജ് ഒന്നും കൂടി അവരത് കുറച്ചൊന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കമ്പനികളും കുറച്ചുകൂടെ മൈലേജ്. അതെ, ബോഡി വെയിറ്റ് ഒന്ന് കുറച്ച്. പക്ഷേ ഇതൊക്കെ ഹൈവേലൊക്കെ, ഓപ്പൺ ഹൈവേലൊക്കെ പോകുമ്പോൾ 180, 200 ഒക്കെ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ റിവ്യൂ നോക്കിയിട്ടുണ്ട്. നമ്മുടെ റോഡിൽ അത്രയൊന്നും പോകാനും പറ്റില്ല. പക്ഷേ വണ്ടി നമുക്ക് ഭയങ്കരമായിട്ട് നമുക്കൊരു കംഫർട്ട് സോണിൽ ഇരുത്തിയിട്ടായിരിക്കും ആ ഒരു സ്പീഡിൽ വണ്ടി ഓടിക്കുക. അപ്പോൾ ആ ഒരു സ്റ്റെബിലിറ്റി ഇപ്പോഴും വണ്ടിക്കുണ്ട്. ഇന്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ ഹർമൻ്റെ സ്പീക്കേഴ്സാണ് ഇന്റീരിയർ വരുന്നത്. അതെ, 2010 ഇപ്പോൾ ഉള്ള ന്യൂജൻ വണ്ടികളിലൊക്കെ വരുന്ന സ്പീക്കർ സിസ്റ്റം ആണ് ഹർമൻ എന്ന് പറയുന്നത്. അത് വന്നിട്ടുണ്ട്. റിയറിൽ 2 ഇൻബിൽട്ട് സ്ക്രീനുകൾ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അത് ഇന്ത്യയിൽ 100% ഗ്യാരണ്ടീഡ് ആണ്. നിങ്ങൾക്ക് എവിടെ വേണം ചെക്ക് ചെയ്യുക, എങ്ങനെ വേണം. നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ അവിടെ ഓടിച്ച് ശീലിച്ച ആളുകളായിരിക്കും കൂടുതൽ. അതെ. അപ്പോൾ അവർക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഒന്ന് ഫിസിക്കലി വന്ന് വണ്ടി നോക്കിക്കഴിഞ്ഞാൽ ആ വൃത്തിയും നീറ്റ്നെസ് ഒക്കെ അവർക്ക് ഇതിൽ മനസ്സിലാവും. ഓക്കെ, അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് എങ്ങനെയാണ്?
10,50,000 നമ്മൾ വിത്ത് NOC ആസ്കിംഗ് പ്രൈസ്. 10,50,000. 50,000. ഓക്കെ, 10.5 ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഒരു E350 വിത്ത് NOC ആണ്. ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോസിയേഷൻ ചെയ്യാൻ പറ്റും. ഓൺ ടേബിൾ. ഓക്കെ. ഇത് വേറൊന്ന് പറയാനുള്ള വെച്ചാൽ നമ്മൾ ഇവിടുത്തെ കൺവേർട്ട് ചെയ്യുമ്പോഴും നാട്ടിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴും എനിക്ക് തോന്നുന്നു ഒരു 1.5 ലക്ഷം രൂപ ഒക്കെ ഉള്ളിൽ ടാക്സ് അടച്ചു കഴിഞ്ഞാൽ ഇത് നാട്ടിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പെട്രോൾ വണ്ടിയാണ്, 2010 അപ്പോൾ അത്രയും ടാക്സ് അത്ര മാക്സിമം 1.5 to 2 lakhs 1.5 മാക്സിമം വരത്തുള്ളൂ. അപ്പോൾ എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാലും ആ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് 50 lakhs താഴെ നിങ്ങൾക്കൊരു V6 എഞ്ചിൻ പെട്രോൾ വീട്ടിൽ പോർച്ചിൽ കിടത്താം. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത 2 ആണ് BMW. ഒന്ന് 525D ആണ്, ഒന്ന് 520D ആണ്. അതായത് കാണുമ്പോൾ രണ്ടും ഏകദേശം സെയിം ആണ്. നമുക്ക് മനസ്സിലാകാൻ ഇവിടെ M സ്പോർട്ടിൻ്റെ ബാഡ്ജുള്ളവൻ അപ്പു, മറ്റവൻ അച്ചു, അങ്ങനെ വേണേൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് 520D തുടങ്ങാം. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 520D 2011 മോഡലാണ്. ഡീസലാണ്, സിംഗിൾ ഓണർ. ഈ 27,000 കിലോമീറ്റർ, 27,000 കിലോമീറ്റർ ഡ്രിവൺ ആണ്. ഓക്കെ, അതിനകത്ത് ഒന്ന് എടുത്തു പറയേണ്ട വെച്ചാൽ ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ്. അതെ, കിലോമീറ്റർ കേൾക്കുമ്പോൾ പലർക്കും ഇത് നമ്മൾ പിന്നെ വെറുതെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ജഡ്ജിന്റെ വണ്ടി എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറെ കമന്റ് വന്നു. നിങ്ങൾ ജഡ്ജിന്റെ വണ്ടി, വക്കീലിന്റെ വണ്ടി, ഡോക്ടർ വണ്ടി എന്നൊക്കെ പറഞ്ഞ് വെറുതെ മാർക്കറ്റ് ഇടുന്ന. അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും പ്രൊഫൈലൊന്നും പറയാതിരുന്നത്. ഞങ്ങൾ വീട്ടിൽ പോയിട്ട് അവിടുത്തെ എല്ലാം നോക്കി വണ്ടി ആയാലും ചെക്ക് ചെയ്ത്, കാരണം 5-6 വണ്ടി കിടപ്പുണ്ട്. അവരെ ലേഡി പേര് കിടക്കുന്ന വണ്ടിയാണ് RC. അവർ തന്നെയാണ് വണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അറിയാലോ, വേറെ വണ്ടികളുണ്ട്, അവർ അത്യാവശ്യം മൂവ്മെന്റിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കിലോമീറ്റർ റോൾ ബാക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത് വേറെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ വീഡിയോ കണ്ടിട്ട് ഞാൻ ഫസ്റ്റത്തെ വീഡിയോ പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും ഇൻസ്പെക്ഷൻ ഒക്കെ ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ എന്നെ വിളിച്ച് ഞാനത് സമയം പോലെ വന്ന് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 കസ്റ്റമർ ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ബേസിൽ, അവർ പറഞ്ഞ ഡീലർഷിപ്പിൽ കേരളത്തിൽ ഞാൻ ഇതേപോലെ അതർ സ്റ്റേറ്റ് വണ്ടികൾ ഇൻസ്പെക്ട് ചെയ്യാൻ അവരോട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ടേസ്റ്റിനല്ലേ നമ്മൾ നോക്കുന്ന ചെക്ക് ലിസ്റ്റുമായിട്ട് മാച്ച് ആവാത്തതുകൊണ്ട് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് വേണ്ട, ഒഴിവാക്കിയത്. പക്ഷേ ഇതൊക്കെ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇലാബറേറ്റ് ചെയ്ത് വെച്ച വണ്ടികളായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഡീലേഴ്സും ഒക്കെ നമ്മളെ ഇടയിലുണ്ട്. നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന ഒരു സാധനം ഒന്നും വീഡിയോയിൽ എഡിറ്റ് ചെയ്തോ അല്ലെങ്കിൽ എല്ലാ ഡീലർമാരൊന്നും അങ്ങനെയല്ല. അല്ലല്ല, തീർച്ചയായും ഒരിക്കലും അല്ല. നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങനെ അടച്ച് പറയുന്നൊന്നുമല്ല. അപ്പോൾ പക്ഷേ അതിനകത്ത് തന്നെ പറഞ്ഞ പോലെ എല്ലായിടത്തും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. അപ്പോൾ അതിനകത്തൊരു സെറ്റ് ഓഫ് ശതമാനം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അവരൊക്കെ ഫോട്ടോസും വണ്ടിയുടെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് നേരിട്ട് പോയി കാണുന്നതും ഫോട്ടോയും വീഡിയോയും തമ്മിൽ യാതൊരു മാച്ചും ഉണ്ടാവില്ല. ഓക്കെ, അത്തരത്തിലൊരു സിറ്റുവേഷൻ ഒന്നും നമ്മുടെ വണ്ടികൾക്കില്ല. ആർക്കും വന്ന് നോക്കാം. ഇതേപോലൊരു നമ്മളൊരു ഫാമിലി ആയിട്ട് നിൽക്കുന്ന ഒരു വീട്ടിൽ ആണ് ഇതൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലാ സീരിയസ്നെസ്സും മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ തന്നെയാണ് ഇവർ ബിസിനസ് ചെയ്യുന്നത്. അതെ. പിന്നെ ഒബിയസ്ലി ഞങ്ങൾക്ക് മുമ്പേ പുള്ളി പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് വേറെയും സ്ഥാപനങ്ങളുണ്ട്. അപ്പം ചെയ്യുന്നതിൽ ഒരു ആധികാരികതയും പറയുന്നതിൽ ഒരു വിശ്വാസം പുലർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്താലും ഷെയർ ചെയ്യുന്നതും വരുന്ന ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ നിലവിൽ ഇത് 27,000 കിലോമീറ്ററോടെ 2011 520D ആണ് ഡീസൽ വാഹനം. ഏകദേശം ഒരു മൈലേജ് റേറ്റാ ചാൻസ് ഉണ്ട് ഇതിന്. 520Dക്ക് എന്തായാലും ഒരു 70+ നമുക്ക് കിട്ടാം. ഞാനത് ഓവറായിട്ട് ഒരുപാട് കിലോമീറ്റർ ഒന്നും ഓടിച്ചിട്ടില്ല. ഒരു 17. അതെ, നമുക്ക് നല്ല രീതിയിൽ നല്ല ഒരു എക്കോ മോഡിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും. ഇനി ഇൻഷുറൻസ് 2024 നവംബർ മാസം വരെ വാലിഡ് ആണ്. അതെ, വേറെ വെഹിക്കിൾ ഹിസ്റ്ററി അവൈലബിൾ ആണ്. സ്കാനിംഗ് റിപ്പോർട്ട് എല്ലാം കോമൺ എല്ലാ വണ്ടിക്കും വെഹിക്കിൾ ഹിസ്റ്ററി, സ്കാൻ റിപ്പോർട്ട്, സെക്കൻഡ് കീ, ഇത് 3 അവൈലബിൾ ആണ്. ഓക്കെ, പണ്ടൊക്കെ നമ്മൾ ഈ പ്രീമിയം വണ്ടികളിലൊക്കെ മൈലേജ് ചോദിക്കാൻ ഒരു മടിയായിരുന്നു. ഇപ്പോൾ ചോദിച്ചത് തീരും, കാരണം എല്ലാവർക്കും മൈലേജ് അറിയണം. അതെ, ഇപ്പോൾ മൈലേജ് നോക്കി തന്നെ എടുക്കുന്നത് പ്രീമിയം വണ്ടികൾ. ഓക്കെ, അപ്പോൾ പ്രൈസിങ് കൂടെ പറഞ്ഞോളൂ എങ്ങനെയാണ്? ഇത് 11,90,000 രൂപയ്ക്ക് നമുക്ക് വിത്ത് NOC കൊടുക്കാം. ഓക്കെ, 11,90,000. ബ്ലാക്ക്, മെറ്റാലിക് ബ്ലാക്ക് ആണ് വരുന്നത്. വിത്ത് ബീച്ച് ഇൻറ്റീരിയലാണ്. ബീച്ചാണ്. ഓക്കെ. ഇതിനകത്തും സാധാരണ BMW യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് അറിയാം, അകത്ത് ഇൻറ്റീരിയറിൽ BMW നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ കുറച്ച് ഡാമേജ് വരുന്ന സാധനങ്ങളുണ്ട്. AC വെന്റ് കാര്യങ്ങൾ, ബട്ടൺസ്, ഇതൊക്കെ ചിലപ്പോൾ ഡാമേജുകൾ വരാം. അതൊക്കെ അവരവിടുന്ന് ഡാമേജ് ഉണ്ടായിരുന്നു. നമ്മളത് അവിടുത്തെ പാർട്ടീനെ കൊണ്ട് തന്നെ ക്ലിയർ ചെയ്യിപ്പിച്ചിട്ടാണ് വന്നത്. പ്ലസ് ഇതിന് ലാസ്റ്റ് ഇപ്പോൾ എനിക്കൊന്ന് അവിടുന്ന് വണ്ടി ട്രക്ക് ചെയ്യുന്നതിന് ഒരു 3 ദിവസം മുമ്പാണ് ഇതിൻ്റെ എഞ്ചിൻ ഓയിലും ഫിൽറ്ററൊക്കെ മാറിയിട്ട് അവർ സർവീസ് ചെയ്തിട്ട് നമുക്ക് വണ്ടി തന്നിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ എടുക്കുന്ന ആൾക്കാർക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. ബേസിക് ആയിട്ടുള്ള ബാക്കി സർവീസ് ചെയ്തിട്ടുണ്ട്. അതിന് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പിന്നെ ഓടുന്ന സമയത്ത് വരുന്ന മാത്രം അവർ നോക്കിയാൽ മതി, വേറെ ആവശ്യം ഉണ്ടാവില്ല. എന്തായാലും ബേസിക് ആയിട്ടുള്ള 15,000 നിങ്ങളിപ്പോൾ കൂളായിട്ട് ഓടാൻ പറ്റും. 15,000 കിലോമീറ്റർ. ഓക്കെ, ഇനി നമുക്ക്
മറുകുള്ളവനിലേക്ക് വരാം. അതെ. ഓക്കെ, 525D. അതെ, ഇതിനകത്ത് രണ്ടിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇത് കാണാൻ ഒരുപോലെയാണ്. ഒരു വേറെ അതെ, രണ്ടൊരുപോലെയാണ് കാണാൻ. അതെ, ഇൻറ്റീരിയലും എക്സ്റ്റീരിയലും ചെറിയ ചില കാഴ്ചയിലുള്ള മാറ്റങ്ങൾ ഒഴിച്ചിട്ട് വേറെ ഒന്നും നമുക്ക് എടുത്തു പറയാനില്ല. ബാക്കിയെല്ലാം സെയിം ആണ്. ഇതിനകത്തുള്ള ഹാർട്ടിലാണ് വ്യത്യാസം, അതിൻ്റെ പവറിലാണ് വ്യത്യാസം. ഇത് 525 തന്നെ 4 സിലിണ്ടർ 6 സിലിണ്ടർ വന്നിട്ടുണ്ട്. ഇത് 4 സിലിണ്ടർ ആണ്. ഒബ്വിയസ്ലി 520Dയും 4 സിലിണ്ടർ തന്നെയാണ്. ഇതും ഡീസൽ എഞ്ചിൻ തന്നെയാണ്. ഇതിൻ്റെ പവറിൽ വ്യത്യാസമുണ്ട്, പവർ ട്രെയിനിൽ വ്യത്യാസമുണ്ട്, ടോർക്കിലും വ്യത്യാസമുണ്ട്. ഏതാ കൂടുതൽ വരുന്നത്? 525 ആണ്. 25. അത് കാല് കൊടുക്കുമ്പോൾ 2 വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ ഇത് ഒരു ഹാപ്പിനെസ്സോടെ ഇരിക്കുന്നതെന്നല്ല. 525 ഭയങ്കര രസമാണ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കമ്പയർ ചെയ്യുമ്പോൾ മൈലേജ് ഇതിന് കുറവായിരിക്കും. ഇതൊരു 40+ ഒക്കെ നമുക്ക് 14+ ഒക്കെ നമുക്ക് ഡീസൻ്റ് ആയിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ, സ്പോർട്ട് മോഡ് ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വ്യത്യാസം വരും, ഭയങ്കരമായിട്ട് പറയും. എല്ലാം വ്യത്യാസം വരും. നമ്മളതല്ല ഒരു 85+ലൊക്കെയാണ് ആവറേജ് സ്പീഡിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മൈലേജ് കിട്ടും. അതെ, ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കൂടെ പറഞ്ഞോളൂ. ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 67,000 ഡ്രിവൺ ആണ് വണ്ടി. വേറെ ഇന്റീരിയറിൽ കാണുന്ന പോലെ തന്നെ എക്സ്റ്റീരിയൽ നീറ്റാണ്, വേറെ ഒരു കുഴപ്പമില്ല. എല്ലാ സാധനങ്ങളും ഫംഗ്ഷനിങ് ആണ്. ഇൻഷുറൻസ് വന്നിട്ട് 2024 നവംബർ വരെ ഉണ്ട്. നമ്മുടെ എല്ലാ വണ്ടിക്കും ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ളത്. അതും ഞാൻ കോമൺ ആയിട്ട് പറയാണ്, തേർഡ് പാർട്ടി ഇൻഷുറൻസ് അല്ല. 6 വണ്ടിക്ക് ഇവിടെ കിടക്കുന്ന 6 വണ്ടിയുടെ ഇൻഷുറൻസ് ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. നമ്മൾ മോഡൽ പറഞ്ഞിരുന്നു, ഇതിൻ്റെ മോഡൽ പറഞ്ഞിട്ടില്ല. 2013 മാനുഫാക്ചറിങ്, 2030 രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ വിലയും കൂടെ പറഞ്ഞോളൂ. ഇത് 13,80,000 30.80 lakhs നമുക്ക് വിത്ത് NOC ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഒന്ന് എടുത്തു പറയാനുള്ളത്, BMW ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി വന്നിട്ടുള്ള മോഡലാണ് 5 സീരീസ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കുന്ന ആൾക്കാർക്ക് തന്നെ അവർ തന്നെ പറയും കൂടെ നമുക്കിത് കിറ്റ് കൺവേർട്ട് ചെയ്തെടുക്കാനാണ് ലേറ്റസ്റ്റ് മോഡലിലേക്ക്. 2023 5 സീരീസിൽ നമുക്ക് വണ്ടി കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബേസിക് കിറ്റ് പെയിൻറ്റിംഗ് എല്ലാം കൂടി എനിക്കൊരു 2.5 to 3 lakhs സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 2023 5 സീരീസ് വണ്ടി മനസ്സിലാവില്ല അല്ലേ? ഒന്നും ഇല്ലില്ല. അത് ഇപ്പോൾ കുറേ പേര് കൺവേർഷനാണ് എല്ലാ വണ്ടിയിലും, ഏത് ചെറിയ വണ്ടിയായാലും വലിയ വണ്ടിയായാലും അതെ ന്യൂ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളൊരു. നിങ്ങൾ പോലെ 2-3 യൂട്യൂബേഴ്സ് തന്നെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവരൊക്കെ പറഞ്ഞ പഴയ വണ്ടി എടുത്തിട്ട് ഇതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ വണ്ടിക്ക് എന്തായാലും ഒരു 1 CR അടുത്ത് റേറ്റ് വരുന്നുണ്ട് 5 സീരീസിന്. ഇപ്പം മേബാക്ക് പഴയ S ക്ലാസ് 10 ലക്ഷത്തിനൊക്കെ എടുത്തിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ കൺവേർട്ട് ചെയ്യാണ്. നല്ല വൃത്തിയായിട്ട് ആ സ്റ്റോക്ക് കണ്ടീഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കും തിരിച്ചറിയാൻ പറ്റില്ല ഈ വണ്ടി പഴയ വണ്ടി എടുത്തിട്ട് നമ്മളത് ബോഡി കിറ്റ് ചെയ്തതാണെന്നുള്ളത്. അപ്പം അങ്ങനെ കുറേ എൻക്വയറി വന്നിട്ടുണ്ട്. അതിൻ്റെ ബേസിലാണ് ഈ 2 വണ്ടി നമ്മൾ എടുത്തത്. ഉള്ളതിൽ നീറ്റായിട്ടുള്ള 2 വണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ. അത്രേ ഉള്ളൂ. ഇതിനൊക്കെ ലോൺ ഇങ്ങോട്ട് മാറിയല്ലേ ചെയ്യാൻ പറ്റും? ലോൺ ഇങ്ങോട്ട് മാറിയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കസ്റ്റമറെ റെക്കോർഡും കൂടി നോക്കിയിട്ട് 70% ഒക്കെ വരെ നമുക്ക് ലോൺ അപ്ലിക്കബിൾ ആണ്. അത് ചെക്ക് ചെയ്യണം, എന്നാലും ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ ഇതിങ്ങോട്ടേക്ക് മാറുകയാണെങ്കിൽ ഏകദേശം എത്ര ടാക്സ് വരാൻ ചാൻസ് ഉണ്ട്? സെപ്പറേറ്റ് 25 ആണെങ്കിൽ 3 to 3.5 lakhs വരും. 520 ആണെങ്കിൽ 1.5 to 2 lakhs മാക്സിമം. മോഡൽ മാറ്റം ഇയറൊക്കെ വെച്ചിട്ടാണ് അത് ഡിപ്പെൻഡിങ് ആയതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ബാക്കി എത്ര ടാക്സ് അടക്കാനുണ്ടോ, എത്ര വർഷം ബാക്കിയുണ്ടോ 15 വർഷത്തിൽ അതിന് ടാക്സ് അടച്ചാൽ മതി. ഓക്കെ. എല്ലാ വണ്ടിയും കോമൺ ആയിട്ട് അങ്ങനെ തന്നെയാണ്. അടുത്ത വണ്ടിയിലേക്ക് നമുക്ക് സെഡാൻ മാത്രം പോരല്ലോ അല്ലേ? അപ്പോൾ ഒരു SUV സെഗ്മെൻറ്റ് കൂടിയാണ് ML250. ഈ ML250 ഞാൻ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ML250ൻ്റെ ഞാൻ കണ്ട മെയിൻ ഡിഫക്റ്റ് എന്ന് വെച്ചാൽ ഹെഡ്ലൈറ്റ് ഒന്നുകിലും മങ്ങിയിട്ടുണ്ടാവും. മങ്ങിയിട്ടുണ്ടാവും അധികം വണ്ടിക്ക്. ഞാൻ കണ്ടതിൽ നോക്കിയാൽ മതി, നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. സീറ്റ് കവർ ആ ഒരു യൂസ് ചെയ്തതിൻ്റെ ഡാമേജ് എന്തായാലും കാണാൻ പറ്റും ML അധികം വണ്ടിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു വന്ന അവിടെ ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ടോ എന്ന്. ഒറിജിനലാണ്, ബെൻസിൻ്റെ എംബ്ലം അടക്കമുണ്ട്. അപ്പോൾ ഒന്നും മാറിയിട്ടില്ല, പക്ഷേ വണ്ടി വെൽ നീറ്റാണ്. ഞങ്ങൾ അവിടെ ചെക്ക് ചെയ്തപ്പോഴും ജിതുംബായി ഇപ്പോൾ പറഞ്ഞ പ്രശ്നങ്ങൾ ഒരുപാട് വണ്ടിക്ക് കണ്ടുകൊണ്ടാണ് ഞങ്ങളിതൊക്കെ റിജക്റ്റ് ചെയ്തിട്ട് ML എനിക്ക് തോന്നുന്നൊരു 3-4 വണ്ടി കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എല്ലാം പ്രൈസിങ്ങും പ്രശ്നമായിരുന്നു. ഈ പറഞ്ഞ പോലെ ഹെഡ്ലൈറ്റ് മങ്ങുന്നത്, അകത്ത് ഇൻറ്റീരിയൽ ഭയങ്കര, കാരണം ബീജ് ആകുമ്പോൾ പെട്ടെന്ന് അഴുക്കാവും. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരുപാട് വണ്ടി ഞങ്ങൾ റിജക്റ്റ് ചെയ്ത് 3 വണ്ടി റിജക്റ്റ് ചെയ്തിട്ടാണ് ഇത് ഫൈനലൈസ് ചെയ്തത്. ഇത് 2050 മോഡലാണ്. ML സീരീസ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നൊരു മോഡലാണ്. SUV ടൈപ്പ് ബെൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്, കാരണം നമ്മളെ സമയത്തൊക്കെ എല്ലാം ചെയ്ത് സെഡാനാണ്. അതെ. അപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നതും ഈ ഒരു ML-നല്ല SUV ടൈപ്പ് ബെൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ML ചൂസ് ചെയ്തത്. ML ചൂസ് ചെയ്യാൻ വേറൊരു കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ സസ്പെൻഷൻ നോർമൽ സസ്പെൻഷനാണ് വരുന്നത്. GL ML350 വരുന്നത് എയറോമാറ്റിക് സസ്പെൻഷനാണ്. അപ്പോൾ അത് മെയിൻ്റെനൻസ് കുറച്ചും കൂടി കൂടും. നമുക്ക് യാത്ര കംഫർട്ട് അതായിരിക്കും കൂടുതൽ, പക്ഷേ മെയിൻ്റെനൻസ് അതുപോലെ ഉണ്ടാവും. ഇത് നോർമൽ സസ്പെൻഷനാണ്. നമ്മൾ ആദ്യം കാണിച്ച E250യുടെ സെയിം എഞ്ചിൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ യാത്രയും കംഫർട്ടബിൾ ആണ്. പവറൊക്കെ ലീനർ ആയിരിക്കും. മൈലേജും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത മൈലേജും കിട്ടും.
ഒരു ആനപ്പുറത്തൊക്കെ ഇരിക്കുന്ന പോലെ നമുക്ക് എസ് യു വിയിൽ ഇരുന്ന ആൾക്കാർക്ക് ഉള്ള ആൾക്കാർക്ക് അറിയാതെ എങ്ങനെ പോകുന്നില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് കൊണ്ടുനടക്കാൻ വരുന്ന വണ്ടിയാണ്. ഓക്കെ. അത്ര ഒരു മെയിൻ്റനൻസ് വരുന്നില്ല ML350 അല്ലെങ്കിൽ GL-ലേക്ക് പോകുമ്പോഴുള്ള ഒരു മെയിൻ്റനൻസിൽ വരും. അതെ, 2015 മാനുഫാക്ചറിങ് 2050 രജിസ്ട്രേഷൻ ആണ്. സെക്കൻഡ് ഓണറിലാണ് വണ്ടി ഉള്ളത്. ഈ പൊതുവേ സെക്കൻഡ് ഓണർ നീക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു ചടപ്പായിരിക്കും വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ഇതുവരെ കണ്ട വണ്ടികളിൽ ഫസ്റ്റ് ഓണർ സെക്കൻഡ് ഓണർക്ക് പക്ക വണ്ടിയെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ സെക്കൻഡ് ഓണർ ആണെങ്കിൽ ആ വണ്ടി പക്കയായിരിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. അതിൻ്റെ ഏറ്റവും വലിയ പ്രൂഫ് നിങ്ങൾക്ക് ഇതിൻ്റെ ഇന്ത്യയിൽ നോക്കിയാൽ മനസ്സിലാവും. സെക്കൻഡ് ഓണറാണ്, സർവീസ് 60,000 വരെ സർവീസ് റെക്കോർഡുണ്ട്, എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ നീറ്റാണ്, ഇവിടെ ഒരു സ്ക്രാച്ചസോ അകത്ത് സീറ്റ് സ്കോറിങ്ങോ കീറലുകളോ ഒന്നുമില്ല. എല്ലാം ജെനുവൻ പാർട്സുകളാണ്, വേറെ ഒന്നും പുറത്തുനിന്ന് അവർ വർക്ക് ചെയ്തിട്ടില്ല. ആക്സിഡന്റ് ക്ലെയിം എന്തോ ബമ്പർ പെയിന്റ് അടിച്ചിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. റിയർ ബമ്പർ അത് സർവീസ് ഹിസ്റ്ററിയിലുണ്ട്, വേറെ ഒന്നും തന്നെ മാറിയിട്ടില്ല, സർവീസ് ഒക്കെയാണ്. വണ്ടി വൈറ്റ് ആണ്, വൈറ്റിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. വൈറ്റൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, അത്യാവശ്യം ഒന്ന് അലമ്പായിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് പിടിക്കും. ഇതിപ്പോൾ നിങ്ങൾക്ക് ബോഡിയുടെ ക്വാളിറ്റി, ഇന്റീരിയൽ ബീജിൻ്റെ ക്വാളിറ്റി ഒക്കെ അകത്ത് നമ്മളെ BM-ലൊക്കെ പോലെ തന്നെ ബീജിന് നമ്മൾ എത്ര മറച്ചു വെച്ചിട്ട് ഇനി എന്ത് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാലും ഒരാളൊന്ന് ഡോറ് തുറക്കുമ്പോൾ ഒന്ന് മനസ്സിലാവും ഇത് എന്തൊക്കെ ചെയ്തു വെച്ചെന്നല്ല. നമ്മളങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. ബേസിക് ആയിട്ടുള്ള ഇൻറ്റീരിയർ ക്ലീനിങ് നമ്മുടെ ബോഡിയിൽ അത് അവിടെ നിന്ന് വരുമ്പോൾ ട്രക്ക് ചെയ്യുമ്പോൾ ഉള്ള പൊടികളും ഒക്കെ ഉണ്ടാവും. പിന്നെ അവിടുത്തെ അകത്തെ ക്ലീനിങ് എല്ലാം കണക്കാണ്, അതൊക്കെ ഞങ്ങളിവിടെ ഒന്നും ചെയ്യാറുണ്ട്. നമ്മളത് അങ്ങനെ കൊടുക്കാറേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതൊക്കെ ചെയ്തിട്ട് വണ്ടി വെച്ചിട്ടില്ല, അല്ലാതെ വേറെ ഒന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല. ഇതിന് എത്ര മൈലേജ് വരാൻ ചാൻസ് ഉണ്ട്? നമ്മൾ ഇതിനൊരു 70+ എന്തായാലും അത്ര കിട്ടും. ഡീസൻ്റ് ആയിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഒരു 15 പ്രതീക്ഷിക്കാം. കറക്റ്റ് സർവീസ് ഒക്കെ ചെയ്ത് ടയറൊക്കെ നമുക്ക് എല്ലാം നല്ല കണ്ടീഷനൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ മൈലേജ് കിട്ടും. ഒരു 80 to 90 ഡീസൻ്റ് RPM ഡ്രൈവ് ചെയ്ത് ഞാൻ കിട്ടും. ഇതിപ്പോൾ എങ്ങനെയാണ് പ്രൈസിങ് എങ്ങനെയാണ്? ഇത് 19,80,000 രൂപ വിത്ത് NOC അല്ലേ? 19,80,000 രൂപ. ഇത് തന്നെ നമ്മൾ ഈ ഒരു വാഹനം എടുത്തതിൻ്റെ കാരണം തന്നെ പുള്ളി പറഞ്ഞു കഴിഞ്ഞു, മെയിൻ്റനൻസ് ഫ്രീ ആയിരിക്കും. അതെ, ആ സസ്പെൻഷനൊക്കെ മാനുവൽ സസ്പെൻഷൻ ആയതുകൊണ്ടും പഴയ സെയിം 250 എഞ്ചിനൊക്കെ ആയതുകൊണ്ടാണ് അതിനൊന്നും വലിയ മെയിൻ്റനൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഒരു 250 വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം അല്ലേ? ML250 അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകും. പ്രീമിയം വീൽസിൽ ആദ്യമായിട്ട് ക്രിസ്റ്റ വന്നിരിക്കുകയാണ്. അതെ, പ്രീമിയം കാറുകളുടെ ഇടയ്ക്ക് ഒരു സെമി പ്രീമിയം അല്ലേ? സെമി പ്രീമിയം എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ ക്രിസ്റ്റയുടെ റേറ്റ് എല്ലാവർക്കും അറിയുന്ന ഓൺ റോഡ് പുതിയ വണ്ടിക്ക് എത്ര വരുന്നുള്ളത്. റിക്വയർമെൻറ്റ് ഒരുപാട് ആൾക്കാർ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക്. ഇന്നോവ ക്രിസ്റ്റ ഒക്കെ, ഫോർച്യൂണർ, ഈ 3 ടൊയോട്ട ബ്രാൻഡുകൾ ഉണ്ടെങ്കിൽ പറയണമെന്നല്ല. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ കിട്ടിയത് ക്രിസ്റ്റയാണ്. ഫ്യൂച്ചറിൽ ഫോർച്യൂണറും ഉണ്ടാവാം. ഇന്നോവ നല്ലതൊന്നുമില്ല, കാരണം എല്ലാം 2.5 lakhs 1 lakh മേലെ ഡ്രിവൺ ചെയ്ത വണ്ടികളായിരിക്കും. അപ്പോൾ അതിൻ്റെ പിന്നെ ഇത്തരം വണ്ടികളിൽ ഈ ടാക്സി വണ്ടികളുണ്ടാവും. അപ്പം അതെല്ലാം നോക്കിയിട്ട് വേണം ഈ ഇന്നോവ ക്രിസ്റ്റ ഒക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർച്യൂണർ ചിലപ്പോൾ നല്ല വണ്ടി കിട്ടുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് എണ്ണത്തിൽ കുറവ് വണ്ടികൾ വരുന്നത്. ഉള്ളത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. ഇത് അതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് മോഡലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് 2017 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. 74,000 ഡ്രിവൺ ആയിട്ടുള്ള വണ്ടിയാണ്. ഓപ്ഷൻ ബി ഓപ്ഷൻ മാനുവൽ 8 സീറ്റർ. മാനുവൽ 8 സീറ്റർ ആണ്. ഓക്കെ, സിംഗിൾ ഓണർ. ഇപ്പോൾ ഇത് കൺവേർട്ട് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിലേക്ക് ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള പെയിന്റിങ്സ് നടന്നിട്ടുണ്ട് വണ്ടിയുടെ. ഏറ്റവും കൂടുതൽ കൺവേർഷൻ നടക്കുന്ന ഒരു BM, മെർസിഡസ്, ഒരുപാട് നടക്കുന്നത്. നാട്ടിൽ തന്നെ നല്ല രീതിയിൽ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അത് പറഞ്ഞ പോലെ ഞാൻ നേരത്തെ BM-ന്റെ റേറ്റ് പറഞ്ഞു, അത്രയൊന്നും ആവില്ല, അതിനേക്കാളും താഴെ തന്നെ റേറ്റ് വന്നിട്ട് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഓപ്ഷനിലേക്ക് വേണം. ഇത് ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. ഇനി ഇതിന്റെ മേലെ എന്തെങ്കിലും അഡീഷണൽ ചെയ്യാനുണ്ടെങ്കിൽ, കാരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2017 മോഡൽ ഇപ്പോൾ 6 വർഷമായി വാഹനം നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. അതായത് സാധാ ഒരു ഓടുന്ന ഓട്ടോ ഓടിയുള്ളൂ. ശരിക്കും ഇതിൻ്റെ ഡബിളൊക്കെ ബോണ്ടാണ്. ക്രിസ്റ്റ ഈ ഒരു റേഞ്ചിലൊക്കെ കിട്ടുക അപൂർവമായിട്ടാണ്. വണ്ടികൾ വരാറുണ്ട്, പക്ഷെ അപൂർവമായിട്ടാണ് കിട്ടുന്നത്. ജെന്യൂൻ ആയിട്ടുള്ള വണ്ടികൾ. ഇത് ഫുൾ ഹിസ്റ്ററി എല്ലാം ഉണ്ടല്ലോ. എല്ലാം ലാസ്റ്റ് ഇപ്പോൾ 74,000 സർവീസ് ചെയ്തിട്ടുണ്ട്. കയ്യിലില്ല, നിങ്ങളുടെ കയ്യിൽ ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ്. എല്ലാം കമ്പനി ഹിസ്റ്ററിയാണ്. ആ സാധാരണ ഇന്നോവയ്ക്ക് ഹിസ്റ്ററി വരുന്നത് ഡൽഹി വണ്ടികൾ എടുക്കുന്ന ആൾക്കാർക്ക് അറിയാം. ചിലപ്പോൾ സ്ക്രീൻഷോട്ട് ആയിരിക്കും വരുന്നത്. അവർക്ക് ഹിസ്റ്ററി പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റില്ല. ഓണേഴ്സ് പോയി കഴിഞ്ഞാൽ മാത്രമേ ഹിസ്റ്ററി പ്രിന്റ് ഔട്ട് ആയിട്ട് തരുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഓണർ അവിടെ പോയി സംസാരിച്ചപ്പോൾ ഞങ്ങൾക്കത് അവർ തന്നെ അവിടെ ഷോറൂമിൽ നിന്ന് എടുത്തു തന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിന്റ് ഹിസ്റ്ററി നമ്മുടെ കയ്യിലുള്ളത്, വിത്ത് PDF ഫോർമാറ്റിലുള്ള ഹിസ്റ്ററി തന്നെ കയ്യിലുള്ളത്. ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഇവർ വണ്ടിയുടെ ക്വാണ്ടിറ്റി കുറയുന്നത്, പക്ഷേ ക്വാളിറ്റി കുറയ്ക്കുന്നില്ല. അതെ. ഓക്കെ, പ്രൈസിങ് കൂടെ പറയുള്ളൂ. എങ്ങനെ? പ്രൈസിങ് ഇത് 15.5 ലക്ഷമാണ്. 15,50,000 രൂപയ്ക്ക് വിത്ത് NOC നമുക്ക്
വണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റും. അതെ ഓക്കെ. വേറെ കാര്യം ചോദിച്ചോളാം. ചോദിച്ചോ. വീഡിയോയിൽ കോമൺ ആയിട്ട് വരുന്നൊരു കമൻറ്റാണ് ഈ നിങ്ങൾ ഇതിനെ നമ്പർ പ്ലേറ്റ് കവർ ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നതെന്നുള്ള. അതായത് നമ്മൾ പല ഷോറൂമിൽ ചെയ്യുമ്പോൾ പല ഷോറൂമുകാരും അവരുടെ ഷോറൂമിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് പോലെ വെക്കാറുണ്ട്. എന്തിനാണ് ചെയ്യുന്നതെന്നുള്ള ഞാൻ കുറേ കമൻറ്റ് ചെയ്ത് റിപ്ലൈ ചെയ്ത് ഞാൻ മടുത്താണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇതിനകത്ത് ഇപ്പോൾ എടുക്കാൻ വരുന്ന ആൾക്കാർ ഒരു പ്രൈവസി ഉണ്ടാവുമല്ലോ, വണ്ടി എടുക്കാൻ വരുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരു വണ്ടി ഐഡൻറ്റിഫൈ ചെയ്യുന്ന എപ്പോഴും നമ്പർ വെച്ചിട്ടാണ് സാധാരണ നമ്മുടെ നാട്ടിൽ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ നമ്പറൊക്കെ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ അത് എടുത്ത് ഒരാളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് കൺവേർട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ BMW കൺവേർട്ട് ചെയ്ത് നാട്ടിൽ ചിലപ്പോൾ അവരെ നാട്ടിലൊക്കെ ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടോ പുതിയ വണ്ടിയാന്നൊക്കെ. അപ്പോൾ നമ്മളത് എന്തിനാ വെറുതെ നശിപ്പിക്കുന്നത്? അവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് നമ്മൾ കയറി കിടക്കണ്ടല്ലോ വെച്ചിട്ടാണ് നമ്പർ പ്ലേറ്റ് മറിച്ചിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് വണ്ടിയുടെ ഡീറ്റെയിൽസ് വേണമെങ്കിലും ഇവിടെ വന്നാൽ കിട്ടും. വിത്ത് നമ്പർ പ്ലേറ്റ് ഇവിടെ ജിതിൻഭായി പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്പർ പ്ലേറ്റ് ആരും മറിച്ച് വെക്കാറൊന്നുമില്ല. നിങ്ങൾ വരുമ്പോൾ എല്ലാ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കാണാം. പിന്നെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൂടിയാണ്. നമ്മുടെ ബോർഡ് വേറെ എവിടെ വണ്ടിയുടെ മേലെ വെക്കുന്നതൊക്കെ മോശമല്ലേ. അപ്പോൾ ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് നമ്പർ പ്ലേറ്റിൻ്റെ മേലെ അത് പേസ്റ്റ് ചെയ്ത് വെക്കാമെന്നല്ല. അപ്പോൾ ഈ രണ്ട് മെയിൻ പോയിന്റ് ആദ്യം പറഞ്ഞാണ്. ബാക്കി രണ്ടാമത്തും കൂടി വന്നു കഴിഞ്ഞാൽ അതാണ് മെയിൻ. അതാണ് കാരണം. അപ്പോൾ പലരും വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് കേൾക്കാറുണ്ട് ജെനുവിനിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ കവർ ചെയ്യുന്നത്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഫുൾ ഹിസ്റ്ററി എല്ലാ റെക്കോർഡായിട്ടുള്ള വാഹനങ്ങളാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. ഇവിടെ മാത്രമല്ല, നമ്മൾ അങ്ങനെ കവർ ചെയ്ത് കാണിക്കുന്ന ഒരുപാട് ഷോറൂം ഉണ്ട്. അത് കാരണം ഇതാണ് ബേസിക് കാരണം എടുത്ത് പറഞ്ഞെന്നുള്ളൂ. പിന്നെ രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുള്ളത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാ. ഒന്ന്, നമ്മുടെ ഈ 6 വണ്ടികളും വീൽ ബാലൻസിങ് അലൈൻമെൻറ്റ് ചെയ്ത് വെച്ച വണ്ടികളാണ്. പറയുമ്പോൾ അത് അത്രയല്ലേ ഉള്ളൂ എന്ന് പറയും. ഡൽഹി പോയവർക്കറിയാം, അവിടെ ഈ വീൽ ബാലൻസിങ് അലൈൻമെൻറ്റിലൊക്കെ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. അതായത് ഷോപ്പും കാണാൻ പറ്റില്ല, അങ്ങനത്തെ ഇല്ല. അവർ വണ്ടി ടയർ മാറിയിട്ട് ഓടിക്കുന്നല്ലാതെ ഒരു വണ്ടിയുടെ കംഫർട്ടബിൾ എന്ന് പറയുന്നത് അതിൻ്റെ ടയർ സപ്പോർട്ട് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ആ വണ്ടിക്ക് കംഫർട്ട് തരാൻ പറ്റും. അപ്പോൾ അത് അലൈൻമെൻറ്റും ബാലൻസിങ്ങും കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കംഫർട്ട് കിട്ടുള്ളൂ. ടയർ മാത്രമല്ല ടയർ ലൈഫ്. അതെ. അപ്പോൾ അത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ബേസിക്കായിട്ട് എല്ലാം 6 വണ്ടിക്കും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത 5000 അലൈൻമെൻറ്റും ബാലൻസും നോക്കിയാൽ മതി. പിന്നെ വേറൊരു ഞാൻ 2 വീഡിയോയിലും പറയാൻ വിട്ടൊരു കേസ്, നമ്മൾ ഇതിനെന്തെങ്കിലും ക്രൈം റെക്കോർഡ് ഉണ്ടോ നമുക്ക് നോക്കാൻ പറ്റും. എന്തെങ്കിലും കേസിൽപ്പെട്ട വണ്ടിയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറയുന്ന പോലെ എന്തെങ്കിലും പിന്നെ വല്ല നർക്കോട്ടിക് പരിപാടികളൊക്കെ. അതായത് ക്രൈം റെക്കോർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് NOC എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്രൈം റെക്കോർഡ് കൂടെ കിട്ടും. NCRBയുടെ സർട്ടിഫിക്കറ്റ് വേണം. അതെ, എന്നാൽ ഇങ്ങോട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതെ, ഇത് ആർക്കും നമുക്ക് ഓൺലൈനിൽ കൂടെ എടുക്കാൻ പറ്റും. നാഷണൽ ക്രൈം ബ്യൂറോ റെക്കോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ വെഹിക്കിൾ ക്രൈം എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് വണ്ടി നമ്പറും നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചിട്ട് അതിനകത്തേക്ക് ഒരു OTP വരും. ആ OTP അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വണ്ടിക്ക് എന്തെങ്കിലും ക്രൈം റെക്കോർഡിൽ ഉൾപ്പെട്ട വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ കാണിക്കും. അങ്ങനെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും നാട്ടിലോട്ട് അത് ക്ലിയർ ചെയ്യാതെ NOC എടുക്കാൻ പറ്റില്ല. ഇതാരും ശ്രദ്ധിക്കാറില്ല. നമ്മൾ വണ്ടി എടുക്കാൻ പോകുമ്പോൾ നോക്കാറില്ല, ഇവിടെ ആരെങ്കിലും പർച്ചേസിന് വന്നാൽ നോക്കാറില്ല, ഇതൊന്നുമില്ല. പക്ഷേ ഞങ്ങളിത് അവിടുന്ന് ഡൽഹിയിൽ നിന്ന് തന്നെ നോക്കിയിട്ടാണ് ക്ലിയർ ചെയ്തിട്ടാണ് വണ്ടി നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞ് പൈസയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ബേസിക്കലി ഒരു കാര്യമുള്ളൂ, ആ വണ്ടിക്ക് ഷോറൂമുകാർ NOC എടുത്ത് തന്നാൽ പിന്നെ പേടിക്കണ്ട. അതെ, പിന്നെ പേടിക്കണ്ട, NOC എടുത്ത് തരണം. അതെ, അത്രയേ ഉള്ളൂ. തീർച്ചയായും തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത്രയേ ഉള്ളൂ. അതിനകത്തെല്ലാം ഇൻക്ലൂഡാണ്. ഇതും പിന്നെ ഇൻറ്റീരിയലൊക്കെ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആ കിലോമീറ്റർ ഓടിയതിൻ്റെ പഴക്കം മാത്രമേ ഇൻറ്റീരിയലിനകത്തുള്ളൂ. ഓക്കെ, അപ്പം എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. ആര് വന്നു കഴിഞ്ഞാൽ വണ്ടി ഇവിടെ തന്നെ അവൈലബിൾ ആണ്, വീട്ടിൽ തന്നെ ഉണ്ടാവും. തന്നെ നമ്മൾ കാണിച്ചിരുന്നു ഷെഡിൽ മൊത്തം മൂടി എല്ലാം ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ കാർ പോച്ചിനകത്ത് എല്ലാം മൂടി കവർ ചെയ്ത് വെച്ചിട്ടാണ് വണ്ടി ഉണ്ടാവുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ 6 വണ്ടിയായിരുന്നു, സ്റ്റോക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനിയും എന്തെങ്കിലും നിങ്ങൾക്ക് പുതിയ ആവശ്യങ്ങൾ ഈ കാണിച്ച വാഹനങ്ങളല്ലാതെ വേറെ എൻക്വയറീസിൻ്റെ അടുത്ത ഇവരുടെ ട്രിപ്പിലേക്ക് പറയാം. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നോക്കാം. അതിനകത്ത് കുറേ കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 95% കസ്റ്റമേഴ്സിൻ്റെ കോളും ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. 5% മാത്രമേ അത് വിട്ടുപോയിട്ടുണ്ടാവുള്ളൂ. അതിന് ഞങ്ങൾ അപ്പോളജൈസ് ചെയ്യുന്നുണ്ട്. ചില തിരക്ക് കാരണങ്ങൾ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കും, അത് ചിലപ്പോൾ കാണാതെ പോകുമോ അല്ലെങ്കിൽ റിപ്ലൈ ചെയ്യാതെ പോയിരുന്നില്ല, എന്നാലും ചെയ്തിട്ടുണ്ട്. പ്രീമിയം ബിൽസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന അപ്ഡേറ്റുകളൊക്കെ അതിനകത്ത് ഉണ്ടാവും. പിന്നെ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഈ ഡൽഹി പോയിട്ട് ഇൻഡിവിജ്വലായിട്ടുള്ള ഇൻസ്പെക്ഷൻ സമയം കുറവ് മൂലം ചെയ്യാൻ പറ്റാത്തതാണ്. ഒരുപാട് ആൾക്കാർ അങ്ങനെയും വിളിക്കുന്നുണ്ട്. അത് നമ്മൾ വേറെ ജോലി നിൽക്കുന്നതുകൊണ്ട് അതിനെല്ലാം കൂടി അത് പറ്റുന്നില്ല. ഇതേപോലെ ഇടയ്ക്കുന്ന് പോയിട്ട് നല്ല വണ്ടികൾ ഇനിയും കൊണ്ടുവരും എന്തായാലും. അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു സ്റ്റോക്കിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.